അമ്മ വരാത്തതിലാണ് വിഷമം, ഭർത്താവും ഇല്ലല്ലോ, വേർപിരിയൽ പരസ്യമാക്കിയില്ലേ? നവ്യയോട് ചോദ്യങ്ങൾ. മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടിയാണ് നവ്യ നായർ. 2000-ന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്ന നവ്യ 2010-ലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും. വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി. നവ്യയും ഇതേ പാത പിന്തുടർന്നു. കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു. ലൈംലൈറ്റിൽ നിന്നും കുറെ കാലം നവ്യ മാറി നിന്നു. എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി. നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നവ്യയെ സഹായിച്ചത് ഒരുത്തി എന്ന ഹിറ്റ് സിനിമയാണ്. മികച്ച വിജയം നേടിയ നവ്യയ്ക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി. വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വന്നില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. അതേസമയം നവ്യയുടെ വ്യക്തിജീവിതവും ചർച്ചയായി. നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷ് മേനോനെ കാണാത്തത് ആരാധകർ ശ്രദ്ധിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇവന്റുകളിലോ നവ്യയ്ക്കൊപ്പം ഭർത്താവ് ഇല്ല. ഇപ്പോഴിതാ പുതിയ കാറ് വാങ്ങിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് നവ്യ. BMW X7 ആണ് നവ്യയുടെ പുതിയ കാർ. 1.7 കോടിയോളം മുടക്കിയാണ് നവ്യ ഈ കാർ വാങ്ങിയത്. നവ്യയുടെ മകനും പിതാവും ഒപ്പമുണ്ടെങ്കിലും ഭർത്താവ് ഇല്ല. ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അമ്മയ്ക്ക് വയറുവേദന കാരണം കാർ വാങ്ങുമ്പോൾ ഒപ്പം വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് നവ്യ പറയുന്നുണ്ട്. ഭർത്താവ് വരാത്തതിൽ വിഷമം ഇല്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം. ഭർത്താവ് എവിടെ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ട്. ആർക്കെങ്കിലും വ്യക്തമാക്കാമോ? നവ്യ ഇപ്പോൾ സിംഗിൾ ആണോ? വേർപിരിയൽ പരസ്യമാക്കിയിരുന്നു എന്നാണ് ഒരാളുടെ ചോദ്യം. സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും കഴിഞ്ഞ കുറച്ചു നാളായി വരുന്നുണ്ട്. എന്നാൽ നവ്യ ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല. വലിയ കുഴപ്പമൊന്നുമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ടു പോകുന്നെന്നാണ് മുമ്പ് ഒരഭിമുഖത്തിൽ നവ്യ പറഞ്ഞത്. അതേസമയം വിവാഹ ജീവിതം തന്റെ കരിയറിനെയും സ്വപ്നങ്ങളെയും ബാധിച്ചതിനെ കുറിച്ച് നവ്യ ഒരിക്കൽ തുറന്നു സംസാരിച്ചിട്ടുമുണ്ട്. UPSC നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകന്റെ കാര്യം പറഞ്ഞ് ഭർത്താവ് അനുവദിച്ചില്ല. ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത്. ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യ അന്ന് ചൂണ്ടിക്കാട്ടി.